വെൽക്കം ബാക്ക് ടു UK ഡ്രീമർ ആൻഡ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാം UK പോയി പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെ പാസ്സാക്കി എടുക്കാം, എനിക്ക് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയതും ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മുടെ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൊളാട്രൽ വച്ചിട്ട് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നോൺ കൊളാട്രൽ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. 7.5 lakhs വരെ നമുക്ക് നോൺ കൊളാട്രൽ ലോൺ എഡ്യൂക്കേഷൻ ലോൺ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ പറയാം. അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേറെയാണ്. ഇന്ന് ഈ നമ്മുടെ ആധാരം വെച്ചിട്ട് എങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. അതും കൂടി എവിടെ പോയി എടുക്കാം എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ലോൺ റിലേറ്റ് ചെയ്തിട്ട് വേറെ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അറിയാവുന്ന കാര്യങ്ങളൊക്കെ റിപ്ലൈ തരാവുന്നതാണ്. അപ്പോൾ ഈ UK പോയി പഠിക്കാനായിട്ട് മിക്കവരും നോർമൽ ലോൺ എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നത് വളരെ മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ അപ്പം മുതൽ ലോൺ അടച്ചു തുടങ്ങണം. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ, അതായത് ലോൺ കിട്ടി കഴിയുമ്പോൾ തൊട്ട് നമ്മൾ വീട്ടിലിരുന്ന് ലോൺ അടച്ചു തുടങ്ങണം. അപ്പോൾ 20,000 30,000 വെച്ചാണ് മാസം വീട്ടിലിരുന്ന് ലോൺ അടയ്ക്കുന്നത്. ഇപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ലോൺ എടുക്കണം. അവിടെ പോയി ഒരു വർഷം കഴിയാതെ എന്തായാലും നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ അടയ്ക്കുന്നവരുണ്ട്, എന്നാൽ പോലും വളരെയേറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ അടയ്ക്കുന്നത്. അപ്പോൾ നോർമൽ ലോൺ എടുത്തിട്ട് ആരും UK പോകാതിരിക്കണമായിരിക്കും ബെറ്റർ. എല്ലാവരും എഡ്യൂക്കേഷൻ ലോൺ എടുക്കണമായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഡിസ്പേഴ്സ്മെൻറ്റിന് മുമ്പുള്ള കാര്യങ്ങൾ വരെയാണ്. ഡിസ്പേഴ്സ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ടിടാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ UK ഡ്രീമേഴ്സിൻ്റെ ചാനലിൽ കയറിയ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോൺ എന്നും പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടേക്കാം. 2-3 വീഡിയോ ഇത് റിലേറ്റ് ചെയ്തായിട്ട് ഇടാനുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനും നിങ്ങളുടെ ഹോം സ്ക്രീനിൽ കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇത് റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മാത്രമല്ല ഈ UK പോണതിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറേ ബാങ്ക്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുള്ളതാണല്ലോ നോക്കുള്ളൂ. ഈ SBI ഒക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറവെന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ളിടത്ത് എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ സമയം അധികം ഇല്ലാത്തവർ വേറെ ബാങ്കുകൾ ഇത്തിരി ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ പോലും സെലക്ട് ചെയ്യണമായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്യുന്നു. ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ബാങ്കാണോ സെലക്ട് ചെയ്ത് അവിടെ പോകുമ്പോൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ എടുക്കുക, എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ വെച്ചേക്കുക. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ടത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഓഫർ ലെറ്ററാണ്. ആ ഒരു ഓഫർ ലെറ്ററും കൊണ്ടുപോകുക. അവർ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ ലെറ്റർ നോക്കിയിട്ട് അതിൽ എത്ര ഫീസും ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളും നോക്കും. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കും. ആ ഒരു റാങ്കിങ് അവരുടെ ഒരു റാങ്കിങ് സിസ്റ്റം ഉണ്ടല്ലോ, അതനുസരിച്ച് പാസ്സായാൽ മാത്രമാണ്, അതായത് അവരുടെ ഒരു ഇതിൽ എലിജിബിൾ ആയാൽ മാത്രമാണ് നമുക്ക്, അതായത് ഒരു 2000 സംതിങ് റാങ്കിങ് താഴെയാണെങ്കിൽ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി എലിജിബിൾ ആണ്. മിക്ക യൂണിവേഴ്സിറ്റികളും എലിജിബിൾ ആണ്. അല്ലെങ്കിൽ പിന്നെ അത്ര റാങ്കിങ് കുറഞ്ഞ യൂണിവേഴ്സിറ്റിക്കൊക്കെയാണ് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാത്തതുള്ളൂ. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനൊക്കെ ഇതിൻ്റെ അടിയിൽ വരുന്നത് തന്നെയാണ്. പിന്നെ അവർ ചെക്ക് ചെയ്യുന്ന ആധാർ കാർഡ് വെച്ചിട്ട് സിബിൽ സ്കോറാണ്. ഈ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക്ഡ് ആണല്ലോ, അങ്ങനെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി നമ്മൾ എലിജിബിളായി. അപ്പോൾ അടുത്തത് ചെയ്യേണ്ടത് ലീഗലാണ്. അതിന് ഒന്നെങ്കിൽ ഈ ബാങ്ക് തന്നെ നമുക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി തരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു വക്കീലിനെ കണ്ടിട്ട് ഈ ആധാരം റിലേറ്റ് ചെയ്ത് കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ വക്കീലിന് കൊണ്ട് കൊടുത്ത് കഴിയുമ്പോഴാണ് ലീഗൽ ഓക്കെ ആവുന്നത്. അപ്പോൾ ഈ വക്കീലിന് ആധാരം റിലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധാരം വേണം, പിന്നെ മുന്നാധാരങ്ങളാണ് വേണ്ടത്. അതായത് 30 വർഷം വരെയുള്ള മുന്നാധാരങ്ങൾ വേണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഇറങ്ങും. അപ്പോൾ ഈ ഒരു ആധാരം റിലേറ്റ് ചെയ്ത് പേപ്പേഴ്സ് എടുക്കുക ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം എടുക്കേണ്ട കാര്യമാണ് ടാക്സ് റെസിപ്റ്റ്. ഇപ്പോൾ ആ ഒരു പ്ലേസിന് നമ്മുടെ സ്ഥലത്തിൻ്റെ ടാക്സ് റെസിപ്റ്റ് ആദ്യം തന്നെ എടുക്കുക. ഇപ്പോൾ ആ സ്ഥലത്ത് വീടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീടിനും ടാക്സ് റെസിപ്റ്റ്, അതായത് കരമടച്ച രസീത്, അതെടുക്കണം. അപ്പോൾ ഈ ടാക്സ് റെസിപ്റ്റ് എടുക്കാനായിട്ട് ബിൽഡിങ്ങിൻ്റെ ടാക്സ് റെസിപ്റ്റ് പഞ്ചായത്തിലും സ്ഥലത്തിൻ്റെ ടാക്സ് റെസിപ്റ്റ് നമ്മൾ വില്ലേജിൽ നിന്നുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ആദ്യമേ എടുത്ത് കയ്യിൽ വയ്ക്കുക. കാരണം പിന്നെ ഇനി പറയുന്ന പേപ്പേഴ്സൊക്കെ എടുക്കാനായിട്ട് ഈ 2 ഡോക്യുമെൻറ്റ്സ് എന്തായാലും വേണ്ടി വരും. പിന്നെ വേണ്ടതാണ് ലൊക്കേഷൻ സ്കെച്ച്. ഈ ലൊക്കേഷൻ സ്കെച്ച് എടുക്കാനായിട്ട് വില്ലേജിലാണ് പോകേണ്ടത്. വില്ലേജിൽ നമ്മുടെ കരമടച്ച രസീതായിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ടാക്സ് റെസിപ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ആധാരം വേണ്ടി വരും. അപ്പോൾ അതും കയ്യിൽ വെച്ചേക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ എഡ്യൂക്കേഷൻ ലോൺ റിലേറ്റ് ചെയ്തിട്ട് എന്ത് പേപ്പേഴ്സ് എടുക്കാനായാലും നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഇരിക്കണം നല്ലതാണ്. എപ്പോഴാണ് ഏത് പേപ്പറാണ്
എപ്പോഴാണ് ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഫയലിലാക്കി കയ്യിൽ പിടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ലൊക്കേഷൻ സ്കെച്ച് എടുക്കാനായിട്ട് ഈ ഒരു പേപ്പറും കൊടുത്ത് 200 രൂപയാണ് വേണ്ടത്. അപ്പോൾ ഈ പഴയ ലൊക്കേഷൻ സ്കെച്ച് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്താലും മതി. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അവർ അത് നോക്കിയിട്ട് പുതിയത് വരച്ചിട്ട് തരും. പക്ഷേ പഴയതില്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ലൊക്കേഷൻ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വരച്ചൊക്കെ തരത്തുള്ളൂ. അപ്പോൾ അതിന് കുറച്ചും കൂടി സമയം എടുക്കും. അപ്പോൾ പഴയ ലൊക്കേഷൻ സ്കെച്ച് ഉണ്ടെങ്കിൽ അതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ലൊക്കേഷൻ സ്കെച്ച് തരും. അപ്പോൾ ഈ ലൊക്കേഷൻ സ്കെച്ചിന് വരുന്ന ഫീസ് 200 രൂപയാണ്. അപ്പോൾ ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ അക്ഷയ പോയിട്ട് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഈ അക്ഷയ പോയി ജസ്റ്റ് കരടച്ച രസീതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. ഈ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടാനായിട്ട് 1-2 ആഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ ഇത് ഫാസ്റ്റ് ആക്കാനായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. പൊസഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. ആ ഒരു റെഫറൻസ് നമ്പറായിട്ട് വില്ലേജ് ഓഫീസറെ പോയി കാണാം. ഈ വില്ലേജ് ഓഫീസറാണ് നമുക്കിത് അപ്രൂവ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ വില്ലേജ് ഓഫീസറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വില്ലേജ് ഓഫീസർ ഈ റെഫറൻസ് നമ്പർ വെച്ചിട്ട് അതിൽ നോക്കി അപ്രൂവ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ പേപ്പർ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വിത്തിൻ 2 ഡേയ്സിനുള്ളൊക്കെ നമുക്ക് ആ ഒരു പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലെ ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ലോൺ പാസ്സാവുന്നതിൻ്റെ ടൈമിങ്ങും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇനി അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരിൽ വേറെ ബാധ്യതകളോ ഒന്നും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അപ്പോൾ അതും നമുക്ക് അക്ഷയ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആധാര എഴുത്തുകാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ആധാരം റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ആധാരം കൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് 300-400 ആ ഒരു റേഞ്ചാണ് ഫീ വരുന്നത്. അപ്പോൾ ഒരു 6-5 ദിവസത്തിനുള്ളൊക്കെ നമുക്കിത് കിട്ടും. ഇത് അപ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇത് അപ്രൂവ് ചെയ്യുന്നത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ നമുക്കിത് ഫാസ്റ്റായിട്ട് അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 600-700 രൂപയൊക്കെയാണ് ഇതിന് ഫാസ്റ്റ്. ഒരു 2 ഡേയ്സിനൊക്കെ അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 600 രൂപയൊക്കെയാണ് ഫീസ് വരുന്നത്. അത് നമ്മുടെ ഒരു ഇതനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഇതിനൊക്കെ കൊടുക്കാനായിട്ട് ഒരുപാട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 300 രൂപ കൊടുത്തിട്ട് എടുക്കണമായിരിക്കും ബെറ്റർ. അത്രയും കാശ് കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും പേപ്പേഴ്സാണ് ആധാരം റിലേറ്റ് ചെയ്തിട്ട് വക്കീലിന് കൊണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പേപ്പേഴ്സൊക്കെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ നേരത്തെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വക്കീലിൻ്റെ അടുത്ത് പോണതിന് മുമ്പേ ഈ പേപ്പേഴ്സൊക്കെ എടുത്തുകൊണ്ട് പോയി ഇത് ചോദിക്കുമ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കൂടി സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ പേപ്പേഴ്സൊക്കെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ വക്കീൽ ലീഗലൊക്കെ റെഡിയാക്കി നമുക്ക് തരും. അതും ഒരു 2 ഡേയ്സൊക്കെയാണ് എടുക്കുക. അപ്പോൾ അർജൻറ്റാന്ന് പറഞ്ഞാൽ 1 ഡേയിലൊക്കെ ചെയ്ത് തരും. അപ്പോൾ ഇതിനുള്ള വക്കീലിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. അപ്പോൾ ബാങ്ക് അറേഞ്ച് ചെയ്ത് തരുന്ന വക്കീലാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഡോക്യുമെൻറ്റ്സൊക്കെ ഡയറക്റ്റ് ബാങ്കിലേക്ക് കൊടുത്തോളും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കണം. ഇനി ബാങ്കിലെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളാണ്. അപ്പോൾ വക്കീലിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നേരെ ബാങ്കിൽ കൊടുക്കേണ്ട എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് വരുന്നത് 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഓരോ സർട്ടിഫിക്കറ്റും വേണം. ഡിഗ്രിക്ക് പഠിച്ച ഓരോ മാർക്ക് ഷീറ്റും കാര്യങ്ങളും വേണം. പിന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റും വേണം. പ്രൊഫഷണൽ മാർക്ക് ഷീറ്റും വേണം. പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതും കൊടുക്കുക. എല്ലാത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതിൻ്റെ താഴെ സൈൻ ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ ഇടലാണ്. അപ്പോൾ ഓരോ ബാങ്കിനും ഓരോ പോർട്ടൽസാണ്. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിലാണ് ചെയ്തത്. അവിടെ വിദ്യാലക്ഷ്മി പോർട്ടലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ SBIക്കൊക്കെ വേറെയാണ്. അപ്പോൾ ഏതൊക്കെ ബാങ്കിനാണ് ഈ പോർട്ടൽസ് എന്ന് അറിയില്ല. എന്തായാലും ഈ വിദ്യാലക്ഷ്മി പോർട്ടൽ വഴിയാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ട് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ ആ വിദ്യാലക്ഷ്മി പോർട്ടൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അക്ഷയയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അതിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ മൊബൈൽ വെച്ച് തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് അതിൽ അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡൗട്ടുള്ളവർ കയറി ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ വേറെ ഫോം തരും. ആ ഒരു ഫോമും കൂടി നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ പേരിലുള്ള എഡ്യൂക്കേഷനും നമ്മൾ പോണ യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഫോമാണ്. പിന്നെ നമ്മുടെ പാരൻറ്റ് റിലേറ്റ് ചെയ്ത് പാരൻറ്റർ അല്ലെങ്കിൽ ഗ്യാരണ്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പർ. ഇപ്പോൾ പാരൻറ്റ് തന്നെയാണ് ഈ ഗ്യാരണ്ടർ എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഫോം ഫില്ല് ചെയ്താൽ മതി. അല്ല പാരൻറ്റ് വേറെയാണ്, ഈ ആധാരം വേറൊരാളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ അതിന് 2 ഫോം തരും. അപ്പോൾ ആ 2 ഫോമും ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഹെഡ് ഓഫീസിലേക്ക് വിടും. ഈ ലീഗൽ ചെയ്ത ഡോക്യുമെൻറ്റ്സ്, എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്, പിന്നെ ഈ ഫോം ഫില്ല് ചെയ്ത ഡോക്യുമെൻറ്റ്സ്. ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കൂടെ ആധാറിൻ്റെയും പാൻ കാർഡിൻ്റെയും ഒക്കെ കോപ്പി വയ്ക്കേണ്ടി വരും. പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പിയും കാര്യങ്ങളും വേണം. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റും വേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനൊക്കെ വേണ്ടി വരിക. അതിനുശേഷം എല്ലാം കൂടി ആയിട്ട് നേരെ ഹെഡ് ഓഫീസിലേക്ക് വിടും. ലോൺ സാങ്ഷന് വേണ്ടിയിട്ട് ഹെഡ് ഓഫീസിലേക്ക് വിടുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഓരോ പേപ്പർ കൊണ്ടു കൊടുക്കാൻ പറയും. അപ്പോൾ
ആ പേപ്പേഴ്സൊക്കെ വേഗം വേഗം കൊണ്ടു കൊടുക്കുക. എൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് ബിൽഡിംഗ് പെർമിറ്റിനുള്ള റെസിപ്റ്റാണ്. ഈ വീട് പണിയാനുള്ള ബിൽഡിങ്ങിന് പെർമിറ്റ് ഉണ്ടെന്നുള്ളൊരു റെസിപ്റ്റാണ്. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അപ്പോൾ അതിന് പകരമായിട്ട് വീടിൻ്റെ പ്ലാൻ കൊണ്ടു കൊടുത്താലും മതി എന്ന് പറഞ്ഞു. അതിൽ വില്ലേജ് ഓഫീസറുടെയും കാര്യങ്ങളുടെയൊക്കെ സീലുള്ളതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെ അടുത്തും ഓരോന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് പേപ്പേഴ്സൊക്കെ വേഗം വേഗം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വേഗം ലോൺ സാങ്ഷനായി കിട്ടും. ഒരു 7 ദിവസമൊക്കെയാണ് എനിക്ക് ഹെഡ് ഓഫീസിൽ പോയിട്ട് റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഇതിപ്പോൾ ഓൺലൈൻ വഴി ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റാറ്റസ്. ഇപ്പോൾ വിദ്യാലക്ഷ്മിയിലാണ് അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഐഡിയിലേക്ക് കയറിയിട്ട് ലോഗിൻ ചെയ്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ലോൺ സാങ്ഷനായോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം ലോൺ സാങ്ഷൻ ആവും ഈ പേപ്പേഴ്സൊക്കെ കൊടുത്തു കഴിയുമ്പോൾ. പിന്നെ ഈ ലോൺ സാങ്ഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുക്കണം. പ്ലസ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പേരിൽ പിന്നെ 10,000 രൂപ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഫീ ബാങ്കിൽ കൊടുക്കണം. പിന്നെ ഒരു 2,500 രൂപയുടെ മുദ്രപത്രമായിട്ട് പോകണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോൺ സാങ്ഷനായി കിട്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ കുറേ എമൗണ്ടൊക്കെ ഈ എഡ്യൂക്കേഷൻ ലോണിന് ഇങ്ങനെ പോകും. എന്നാൽ പോലും നമുക്ക് ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് എഡ്യൂക്കേഷൻ ലോണിന് പലിശ അടയ്ക്കേണ്ടി വരില്ല. അതൊരു ആകെയുള്ളൊരു ആശ്വാസം അതാണ്. അതുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ ലോൺ മറ്റേ ലോണിന് പകരം എടുക്കണേ ബെറ്റർ എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോൺ പാസ്സായി കഴിയുമ്പോൾ അതിൽ നിന്ന് അത്രയും കുറച്ചിട്ടാണ് നമുക്ക് തരിക. എന്നാൽ പോലും ആ ഒരു എമൗണ്ടിൻ്റെ കൂടി ലോൺ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ലോൺ പാസ്സാവണ വരെയുള്ള കാര്യങ്ങൾ. ഇനി ഡിസ്ബേഴ്സ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞോണം ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ഇതേപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.